ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ്. മെയ് 7, 2025 ഈ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിക്കുന്നൊരു രാജ്യമല്ല. പക്ഷേ നമ്മളെ പോളിസി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പെഹൽഗാം അറ്റാക്ക് നമ്മുടെ രാജ്യത്തിനുള്ളിൽ കയറിയങ്ങാണ്ട് ഇവിടുത്തെ നിരപരാധികളെ കൊന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് ഏറ്റത് പോലും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വർഷം കഴിയുമ്പോൾ ഇന്ത്യക്ക് പല മാറ്റങ്ങൾ, ഇപ്പം ഇന്ത്യയുടെ മിലിറ്ററിയിലാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു, ഡിഫൻസ് സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു, പുതിയ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നു, അപ്പം അത് പുതിയ പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ വലിയ തരത്തിലുള്ളൊരു മാറ്റങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ വിശകലനം ചെയ്യുന്നത്? ഇത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യതയാണ്. കാര്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഒരു നെറ്റ്വർക്ക്, ആയുധങ്ങളുടെ നെറ്റ്വർക്ക്, നമ്മുടെ ഒരു ഇന്റലിജൻസ് സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഒരു യുദ്ധം കഴിയുമ്പോഴേക്കും എതിരാളിയെക്കുറിച്ച് ശത്രുവിന് ചില അവബോധങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അടുത്ത യുദ്ധത്തിൽ അത് അവര് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അവർ തയ്യാറെടുക്കുന്നത്. അവിടെ ഇന്ത്യ ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ആ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് നമ്മുടെ വ്യോമ പ്രതിരോധം. അതായത് ആൻറ്റി മിസൈല്, ആൻറ്റി എയർക്രാഫ്റ്റ്, ഈ രണ്ട് ഘടകങ്ങൾ നിയന്ത്രിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ്. ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം രാജ്യത്ത് ഉടനീളം കരയിലും ആകാശത്തിലും വിന്യസിച്ചിരിക്കുന്ന റഡാറുകള്, സെൻസറുകള്, പിന്നെ അതിൽ നിന്നും കിട്ടുന്ന ഡാറ്റ വിശകലനം ചെയ്യുന്ന ഡാറ്റാ സെന്ററുകൾ, ആ ഡാറ്റാ സെന്ററുകളിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ, അതായത് മിസൈലുകൾ, അല്ലെങ്കിൽ ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളാവാം, അല്ലെങ്കിൽ ഡ്രോണുകളാവാം, ഇതെല്ലാം കൂടെ ചേരുന്ന ഈ മൂന്ന് കാര്യങ്ങളൂടെ ചേരുന്നതാണ് റഡാർ നെറ്റ്വർക്ക്. കടലില്, കര, ആകാശം, മൂന്നിടത്തുമുണ്ട്. അപ്പം അതെല്ലാം കൂടെ ചേരുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഇത് ഇന്ത്യയുടെ 7 സ്ഥലങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ഈ സെന്ററുകളുള്ളത്. ആ 7 സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ സെന്ററുകളിൽ അതിന് നെറ്റ്വർക്ക്ഡ് ടാക്ടിക്കൽ നോട്ട്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് പരസ്പരം ഞാനീ പറഞ്ഞ നെറ്റ്വർക്ക് പല തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങളെ യോജിപ്പിക്കുന്നത്. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, നെറ്റ്വർക്ക്ഡ് ടാക്ടിക്കൽ നോട്ട്സ്, അങ്ങനെ ഉള്ള നോഡുകളാണ്, NTN എന്ന് പറയുന്ന നോഡുകളാണ് ഈ എയർബോൺ സെൻസറുകളെ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ബേസ്ഡ് റഡാറുകളെ, അതുപോലെ വെപ്പൺ സിസ്റ്റത്തിന്, ഇതിനെ മൂന്നിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ NTNകളാണ്. അത് രാജ്യത്തിൻ്റെ 7 ഭാഗങ്ങളിലായിട്ടാണ്. അത് അങ്ങനെ ഡാറ്റ എല്ലാം കൂടെ ഒരുമിപ്പിച്ചിട്ട്, ഡാറ്റ ഫ്യൂസ് ചെയ്തിട്ട് റിയൽ ടൈം സിറ്റുവേഷണൽ അവയർനെസ് പിക്ചർ ഉണ്ടാക്കും. അതാത് സമയത്ത് എന്താണ് ഉള്ളതെന്ന് അതിനനുസരിച്ചിട്ടായിരിക്കും പ്രതിരോധിക്കാനായിട്ട് മിസൈലുകൾ ഉയരുന്നതും ഡ്രോണുകൾ പറന്നു പോകുന്നതും എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഇതിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രവർത്തിച്ചു എന്നതാണ് ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം. പല ആൾക്കാരും ചോദിക്കും, റഷ്യയുടെ കൈവശം S-400 വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്, അവരാണല്ലോ അത് നിർമ്മിക്കുന്നത്. S-400 മാത്രമല്ല, ഇപ്പോൾ S-500 ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും യുക്രൈൻ്റെ പല ആക്രമണങ്ങളെ നേരിടാൻ റഷ്യ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അതേ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് എങ്ങനെ ഇന്ത്യ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ വ്യോമ പ്രതിരോധ സംവിധാനം സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അതിനൊരു കൃത്യമായ മറുപടിയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. S-400 എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടായിട്ട് കാര്യമില്ല. ആ S-400ന്റെ ഭാഗമായിട്ടുള്ള മിസൈലുകൾ കൃത്യമായി വിക്ഷേപിക്കണമെങ്കിൽ ഒരു നെറ്റ്വർക്ക് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വരാൻ പോകുന്ന ഒരു ത്രെട്ടുകളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ വേണം അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ഈ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു മികവാണ് S-400നെ അതിൻ്റെ നിർമ്മാതാക്കളായ റഷ്യ ഉപയോഗിക്കുന്നതിൽ നിന്നും മെച്ചമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഈ രണ്ട് S-400നും ഒരേ കഴിവുകൾ തന്നെയാണ്.
പക്ഷെ ആ കഴിവുകൾ കൃത്യമായിട്ട് പ്രയോഗിക്കണമെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വേണം. അത് ആണ് ഇതിൻ്റെ ഒരു വിജയം. അതാണ് ഈ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് നമ്മുടെ ഒരു പ്രതിരോധ സംവിധാനത്തിൽ കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് അതിന് നൽകാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിപ്പോൾ വീണ്ടും അത് മാറ്റുന്നത്? അത് വളരെ ഭംഗിയായി പ്രവർത്തിച്ച ഒരു സിസ്റ്റം അല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഊന്നലെന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് എയർബോൺ സെൻസറുകൾ, ഗ്രൗണ്ട് ബേസ്ഡ് റഡാർ, വെപ്പൺ സിസ്റ്റം, അതുകൂടാതെ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുകയാണ്. അതായത് നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ മറ്റൊരു വിഷയം ചർച്ച ചെയ്തിരുന്നു, പിന്നെ സ്പേസ് ബേസ്ഡ് സർവൈലൻസിന്. ആ സർവൈലൻസും അത്തരം ഡാറ്റയുമായിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് ശത്രുവിൻ്റെ ഒരു മിസൈൽ പറന്ന് പൊങ്ങുമ്പോൾ തന്നെ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം പുനഃക്രമീകരിക്കുന്നത്. ഇതിനോടൊപ്പം ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതായത് ഇത് കുറച്ചുകൂടി മനുഷ്യനിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളായിരിക്കും ഈ ഒരു സിസ്റ്റത്തിന് ഇനി ത്രെട്ട് പ്രയോറിറ്റി ഏതാണെന്നും, അതുപോലെ ഈ ലോങ് റേഞ്ച് ത്രെട്ട് ഹാൻഡിലിങ്, വളരെ ദൂരത്തു നിന്നും വരുന്ന ഒരു മിസൈലിനെ അതിനെ കൈകാര്യം ചെയ്യുന്ന ഇനി മനുഷ്യബുദ്ധിയിലൂടെ അല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ആയിരിക്കും. അതുപോലെയാണ് ഡ്രോൺ ആൻഡ് കൗണ്ടർ ഡ്രോൺ സിസ്റ്റവുമായിട്ട് ഈ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോളിനെ ബന്ധിപ്പിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോഴുള്ള ഈ അതിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നമ്മൾ ആദ്യം ഒരു നെറ്റ്വർക്ക്ഡ് ടാക്ടിക്കൽ നോട്ട്സ് രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള 7 സെൻറ്ററുകളെ പറ്റി പറഞ്ഞു. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനിടയുണ്ട്. കൂടുതൽ അത്തരം കേന്ദ്രങ്ങളിൽ നിന്നും നമ്മുടെ പിന്നെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് ഡാറ്റ കിട്ടാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം 2011 അന്നാണ് ഇന്ത്യ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. അന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറൻ വെസ്റ്റേൺ തിയേറ്ററിൽ മാത്രമാണ് അത് ഒതുങ്ങി നിന്നത്. വെസ്റ്റേൺ, അതായത് പാകിസ്ഥാനോട് ചേർന്ന ഭാഗങ്ങളിലും പാകിസ്ഥാൻ ആ ഒരു മേഖലയിൽ നിന്നുള്ള ആക്രമണങ്ങളെയും ഭീഷണികളെയും നേരിടാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് അത് അന്ന് തുടങ്ങുന്നത്. അതിനുശേഷം അതാണ് ഫസ്റ്റ് ഫേസ്. പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഇത് ഇന്ത്യ ആകെ വ്യാപിപ്പിച്ചു. അങ്ങനെയാണ് 7 സെൻറ്ററുകൾ വന്നതും വെസ്റ്റേൺ തിയേറ്ററിൽ നിന്നും മാറിയിട്ട് ചൈനയുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിലേക്കുമൊക്കെ ഈ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർഫോഴ്സിൻ്റെ ഒരു നെറ്റ്വർക്കുണ്ട്, AF നെറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് വഴിയാണ്. ആ നെറ്റ്വർക്ക് ഒരു വെരി സെക്യൂർഡ് നെറ്റ്വർക്കാണ്. ആ സെക്യൂർഡ് നെറ്റ്വർക്ക് വഴിയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പം ഈ സിസ്റ്റത്തിനോട് മറ്റു 2 സിസ്റ്റങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് മുഖ്യമായിട്ടും എയർഫോഴ്സിൻ്റെ സിസ്റ്റമാണ്. ഇതിനോടൊപ്പം ആർമിയുടെ ഒരു എയർ ഡിഫൻസ് നെറ്റ്വർക്കുണ്ട്, ഇന്ത്യൻ ആർമിക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. അതിന് അക്ഷതീർ എന്നാണ് പറയുന്നത്. ആ അക്ഷതീർ സിസ്റ്റവും ഇന്ത്യൻ നേവിക്കും അതുപോലെ പ്രത്യേകിച്ച് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്. അതിൻ്റെ പേര് ത്രിഗുൺ എന്നാണ്. ഈ അക്ഷതീരും ത്രിഗുണും ഈ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് വലിയ ഒരു എമൗണ്ട് ഡേറ്റയാണ് ഈ സിസ്റ്റം ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഡേറ്റ പ്രോസസ്സിംഗ് ആണ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് സംവിധാനങ്ങളെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള വിശകലനങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ അത് നീങ്ങുകയാണ്. ഇന്ത്യയുടെ ഈ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വിജയമായിരുന്നു യഥാർത്ഥത്തിൽ ഒരു F-35 വിമാനം ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചപ്പോൾ ഇന്ത്യക്ക് അത് തിരിച്ചറിയാൻ പറ്റി. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഈ F-35 ലൈറ്റ്നിങ് വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാനായിട്ട് നിർബന്ധിതമായത്. ഇതൊരു വലിയ ഒരു മികവാണ്. ഇന്ത്യയുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മികവ് തെളിയിച്ച ഒരു സംഭവമായിരുന്നു അത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ശത്രു വിമാനത്തിൻ്റെ കോർഡിനേറ്റ്സ് നിർണ്ണയിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം
ഒരു മിസൈൽ അയച്ച് അതിനെ പ്രതിരോധിക്കുക മാത്രമല്ല, ഇലക്ട്രോണിക്സ് വാർഫെയർ എന്ന അല്ലെങ്കിൽ അതായത് ജാമിങ്, സ്പൂഫിംഗ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അത് എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കണം. അതിനൊക്കെയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം പ്രയോജനപ്പെടുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് സോഫ്റ്റ്വെയറുകളുടെയൊക്കെ ഈ ഡാറ്റ മുഴുവൻ അനലൈസ് ചെയ്യപ്പെടുകയാണ്. ആ ഡാറ്റ ഭയങ്കര പ്രധാനമാണ്. ആ ഡാറ്റ ലഭിക്കാനുള്ള സെൻറ്ററുകൾ ലക്ഷദ്വീപിലും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അതുപോലെ കടലിൽ പലയിടത്തായിട്ടുള്ള ഇന്ത്യയുടെ ചെറിയ ചെറിയ ദ്വീപുകളിലുമൊക്കെ ഇത്തരം സംവിധാനങ്ങളുണ്ട്. ആകാശത്തുള്ള അവാക്സ് വിമാനങ്ങളിലുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച ഡ്രോണുകൾ ഉണ്ടാവും. ആ ഡ്രോൺ തന്നെ ഹെയിൽ ഡ്രോൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്, അതായത് ഉപഗ്രഹങ്ങളുടെയും അതുപോലെ നമ്മുടെ ഈ വിമാനങ്ങളുടെയും ഒക്കെ രണ്ടിൻ്റെയും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഒരു 6 മാസമൊക്കെ തുടർച്ചയായിട്ട് ആകാശത്തിൽ നിൽക്കാൻ പറ്റുന്ന സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന അത്തരം ഡ്രോണുകൾ ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ്. അത്തരം ഡ്രോണുകളിലും ഈ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഉണ്ടാകും. അങ്ങനെ ഈ ഡാറ്റയാണ് ഇപ്പോൾ പ്രധാനം. ആ ഡാറ്റയും ഡാറ്റയുടെ ഇൻ്റഗ്രേഷനുമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആയുധം കൃത്യമായിട്ട് പ്രയോഗിക്കാൻ പറ്റും. അതായത് അങ്ങനെ ഒരു തിരിച്ചറിവാണ് ഈ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നമ്മൾ നവീകരിക്കാൻ എടുത്ത തീരുമാനത്തിന് പിന്നിൽ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പൊതുവിടത്തിൽ ലഭ്യമാകുന്ന അനുസരിച്ച് നമുക്ക് അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. സമയപരിമിതി മൂലം ഞാൻ തൽക്കാലം ഇത് വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.